ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ വീശി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ആമേൻ. ദൈവപുത്ര ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ ആമേൻ, ആമേൻ. യേശുനാഥാ ആമേൻ, ആമേൻ. ദൈവപുത്ര ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മ വഴി ഈശോയോട് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള മക്കള്, ഉടമ്പടിയിൽ അവൾ സമർപ്പിച്ചിട്ടുള്ള ജീവിത നിയോഗങ്ങള്, ഉടമ്പടി പുതുക്കിയപ്പോൾ അവർ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങള്, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് സമർപ്പിച്ച നിയോഗങ്ങള്, കർത്താവെ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞ നിയോഗങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഭക്തിപൂർവം ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും
വിടുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മൾ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഉടമ്പടി എടുക്കാത്തവർ ഉണ്ടെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് കർത്താവേ, ഞങ്ങളിപ്പോൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഉടമ്പടി ചെയ്യുന്നവർ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ, ചെയ്തവരുടെ നിയോഗങ്ങളും എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈനെഞ്ചത്ത് വെച്ചുകൊണ്ട് ആരാധനയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ നിയോഗങ്ങളും ഞങ്ങളുടെ ജീവിതാഭിലാഷങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ഇപ്പോൾ കൃപാസനം അമ്മ പ്രതിഷ്ഠപ്പെട്ട ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയും അഭിഷേകവും സൗഖ്യവും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് കർത്താവേ. അത് രോഗിയെ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 കരങ്ങൾ വീശി യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്പർശിക്കണമേ, യേശുവേ ഇടപെടണമേ, യേശുവേ സഹായിക്കണമേ, യേശുവേ കൊടുക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അമ്മയുടെ
പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയ എൻ്റെ അമ്മ മാതാവിന് യേശുപ്പച്ചന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രജിത. ഞാൻ മൈനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ അമ്മ, ഇത് എൻ്റെ മകള്. ഞാൻ 2023 സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ സമർപ്പിച്ചതിൽ ഒരു നിയോഗമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വന്തമായി ഒരു ഭവനം ഇല്ല എന്നുള്ളത്. 7 വർഷത്തിന് മുകളിലായി ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ഇല്ലായിരുന്നു. കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. 3 പെൺപിള്ളേരെയും കെട്ടിച്ച് വിട്ടപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വീടും വസ്തുവും ഞങ്ങൾ വിൽക്കേണ്ടി വന്നത്. ഞങ്ങളങ്ങനെ കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് APL കാർഡ് അത് വെള്ളയാണ്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായി വസ്തുവില്ല. അങ്ങനെ പല കാരണത്താലും ഞങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി. ഞാൻ വല്ലപ്പോഴൊക്കെ പോയി അന്വേഷിക്കുമായിരുന്നു, ഇങ്ങനെ ലിസ്റ്റിലുണ്ടോ എന്ന് പോയി അന്വേഷിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഞങ്ങൾ ലിസ്റ്റിലില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2023 ഓഗസ്റ്റിൽ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയി, ഞാനും എൻ്റെ അമ്മയും കൂടെ പോയി ഇങ്ങനെ ലിസ്റ്റിലുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് പോയപ്പം അവിടെ ഇരുന്ന് ആ മാഡം ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്നതെന്നുള്ള രീതിയിൽ വളരെ മോശമായി ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അത് സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. ഞാൻ ഒരു അക്ഷരം ഒന്നും മിണ്ടിയില്ല. തിരിച്ചൊന്നും മറുപടി പറയാതെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ 7-8 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, ഇനി എനിക്കിതിൻ്റെ പുറകിലൊന്നും വരാൻ വയ്യ, നമുക്കിനി ഇതിൻ്റെ കാര്യങ്ങൾക്കായിട്ടൊന്നും പോകണ്ടായി എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട്, ഞാൻ ആ ചേച്ചി പോയി ഉടമ്പടി എടുത്തതാണ്. എന്നിട്ട് എനിക്ക് ആ ചേച്ചി എൻ്റെ മൊബൈലിലോട്ട് എപ്പോഴും സാക്ഷ്യങ്ങൾ അയച്ചു തന്നുകൊണ്ടേയിരുന്നു. സാക്ഷ്യങ്ങൾ ആദ്യമേ ഒന്നും ഞാൻ കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കും ആഗ്രഹമായി ഇവിടെ വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ സെപ്റ്റംബർ 7, 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനായിട്ട് തന്നെ എൻ്റെ അമ്മയെ എടുത്ത് പറഞ്ഞു, വാ അമ്മേ നമുക്കൊന്ന് മുനിസിപ്പാലിറ്റി പോകാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ എൻ്റെ അമ്മയെ വിളിച്ച് ഉപ്പും തൈലവും എടുത്ത് വീട്ടിൽ തിരി കത്തിച്ച് നല്ലതുപോലെ മനസ്സറിഞ്ഞ് തന്നെ എൻ്റെ അമ്മ മാതാവിനെ യേശുപ്പച്ചനെയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മ മാതാവ് അവിടെ പോകണം. കഴിഞ്ഞ മാസം എനിക്കുണ്ടായ അനുഭവം അറിയാമല്ലോ, എനിക്ക് ഇനിയും വയ്യ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്ന് ആരും ചവിട്ടാത്തടുത്ത് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ആ മേട ഇരിക്കുന്നിടത്ത് ഞാൻ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചപ്പം ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ആ മാഡം ഫയൽ എടുത്ത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് 3-ാമത്തെ നമ്പറാണെന്ന് പറഞ്ഞു. അന്നാണ് 8 വർഷം കൊണ്ട് ഞങ്ങൾ നടക്കാതിരുന്ന കാര്യമാണ് ഉടമ്പടി എടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ അറിയുന്നത്. അതിന് അമ്മ മാതാവിന് യേശുപ്പച്ചന് 1000 നന്ദി പറയുന്നു. അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പോയി അമ്മയുടെ ആധാറിൻ്റെയൊക്കെ കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ താഴോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ അമ്മയെ അവിടെ തന്നെ നിർത്തിയിട്ടാണ് പോയത്. പോയിട്ട് തിരിച്ച് വന്നപ്പോൾ എൻ്റെ അമ്മയെ ആ മാഡത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു കസേര ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ അമ്മയോട് ആ മാഡം ഇരുന്ന് സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ മാഡം ചെയ്തു തരികയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത മാസം തന്നെ നിങ്ങളുടെ കാശ് അനുസരിച്ച് പണി തുടങ്ങിക്കോളാനും പറഞ്ഞു. അത് ഈ വീട് എന്ന സ്വപ്നം എൻ്റെ അമ്മ മാതാവ് യേശുപ്പച്ചനും ഞങ്ങൾക്ക് തന്നതാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ വീടിൻ്റെ വാർപ്പായി. വീടിൻ്റെ വാർപ്പ് അടുക്കാറായപ്പോൾ ഞാനൊരു സാക്ഷി ഇവിടെ കണ്ടു. ഒരു ചേച്ചിയുടെ വീട് പണി സമയത്ത് എന്തെങ്കിലും ഒരു അടയാളം അമ്മ മാതാവ് തരണേ എന്നുള്ളൊരു സാക്ഷി ആ ചേച്ചി പറയുന്നത് കേട്ടപ്പം ഞാനും അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ എനിക്കും ഒരു അടയാളം തരണം, ഞങ്ങളുടെ വീടിൻ്റെയും വാർപ്പാണ്, എനിക്കും എന്തെങ്കിലും ഒരു അടയാളം തരണേ അമ്മ മാതാവേന്ന്
വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ വാർപ്പിൻ്റെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ വാതിക്കൽ ഒരു വെള്ള വാൻ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വീടിൻ്റെ വാർപ്പ് നടക്കുന്നിടത്തോട്ട് തന്നെ പോയി. വീടിൻ്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കെ തന്നെ ഞാനും എൻ്റെ ചേച്ചിമാരും അച്ഛനും അമ്മയും എല്ലാം കൂടെ ഞങ്ങൾ വഴിയിലോട്ട് വന്ന് നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രദ്ധയ്ക്ക് പിന്നെ ഞാൻ ആ വാൻ ശ്രദ്ധിച്ചു. വാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് വാനിൻ്റെ പുറകിലായിട്ട് ഒരു അമ്മ മാതാവിൻ്റെ രൂപം വരച്ച് വെച്ചേക്കുന്നു. അപ്പം ഇത് അമ്മ മാതാവാണല്ലോ എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ആ വാനിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഇവിടുത്തെ കൃപാസനം അമ്മയുടെ രൂപം, കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന ഇവിടുത്തെ പത്രം, ഇവിടുത്തെ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ജപമാല, ആ വണ്ടിക്കകത്ത് കിടക്കുന്ന കീച്ചേൻ ഇവിടുത്തെ അമ്മയുടേത്. അങ്ങനെ ആ വണ്ടി മൊത്തം കൃപാസന അമ്മയുടെ ആയിരുന്നു ഞാൻ മൊത്തം കണ്ടത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാനൊരു അടയാളം ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് ഇത്രയും അടയാളങ്ങൾ തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ ആ വണ്ടിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വണ്ടി എടുക്കാൻ ആ ചേട്ടൻ വന്നു. ആ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ ഈ വാർപ്പിൻ്റെ തന്നെ വന്ന ചേട്ടനായിരുന്നു. ഞാൻ ആ ചേട്ടനെ നോക്കിയപ്പോൾ ആ ചേട്ടൻ്റെ കഴുത്തേൽ ഇവിടുത്തെ ജപമാല കിടക്കുന്നു, പിന്നെ ഉടമ്പടി കാശ് രൂപവും കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ച ചേട്ടൻ കൃപാസനത്തിൽ പോകുന്നതാണോ എന്ന് വെച്ചപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോകുന്നതുമാണ്, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് ഒരു പരിധി വരെ മാറ്റം കിട്ടിയത് എൻ്റെ ആ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയതിന് ശേഷമാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അന്ന് ആ വാർപ്പിന് വന്ന് അതിൽ പകുതിയിലേറെ പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുമാണെന്ന് തന്നെയാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീട് വാർപ്പ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പൈസ സംബന്ധമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ വെള്ളം കുടിക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളൊന്നും വിട്ടില്ല, നല്ലതുപോലെ തന്നെ മനസ്സറിഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ആ ഭിത്തിയിലായിട്ട് മെയ് 4 ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാകാം എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ പിന്നെ ഈ മെയ് 4 തന്നെ എന്നെ അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മ എടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ മെയ് 4 എന്ന് കാണിക്കുന്നുണ്ട്, അത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, എന്തോ ഒന്ന് നടക്കും അമ്മേന്ന് ഞാൻ പറഞ്ഞ്. അങ്ങനെ മെയ് 4 ആയപ്പോൾ ഒരു 10-11 മണിയായപ്പം എൻ്റെ മൂത്ത ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, KSFയുടെ ചിട്ടി അടിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ അച്ഛന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടടി, നമുക്ക് വീട് പടി തുടങ്ങാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും എനിക്ക് സന്തോഷമായി. എൻ്റെ ചേച്ചി ഈ വിളിച്ചു പറഞ്ഞതിന് ഒരു 1-2 മണിക്കൂറിന് ശേഷം ഈ ലൈഫ് പദ്ധതിയുടെ കുറച്ച് പൈസ ഞങ്ങളുടെ അമ്മയുടെ അക്കൗണ്ടിൽ വന്നു എന്നും പറഞ്ഞ് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരികയും ചെയ്തു. അങ്ങനെ എനിക്കൊരു നല്ലൊരു അനുഭവം എൻ്റെ അമ്മ മാതാവ് നൽകിയിട്ടുണ്ട്. അതിലേറെ ഞാൻ ഇതിപ്പോൾ ജൂണാണ്, കഴിഞ്ഞ മാസം മെയ് 31 ഞാൻ എല്ലാ മാസവും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആശുപത്രിയിൽ പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ പൊതിച്ചോറ് കെട്ടി അമ്മ മാതാവിൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു, അടുത്ത ഘട്ടം പൈസ അക്കൗണ്ടിൽ വന്നു എന്നുള്ളതും. അടുത്ത് പറയാനുള്ളത്, ഞാൻ ഒന്നെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അനാഥാലയ സന്ദർശനം, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് കൂടുതലും ഞങ്ങളുടെ ഈ അക്കൗണ്ടിൽ ഈ ലൈഫ് പദ്ധതിയുടെ പൈസ വീഴുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹവും എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ജൂൺ 15 ഞങ്ങളുടെ വീടിൻ്റെ പാല് കാച്ച്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനകൾ കാണണം. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മയുടെ 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. അന്നേരം തിരുവല്ലയിലാണ് കണ്ണ് ഓപ്പറേഷൻ ചെയ്തത്. ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി നമ്മൾ അടൂരാണ് പോകുന്നത്. അടൂർ ചെന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മയുടെ ആ ആദ്യത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത ആ പേപ്പറുകളും എൻ്റെ അമ്മയുടെ ആധാറും അങ്ങനെ എല്ലാ പ്രൂഫുകളും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത് കളഞ്ഞുപോയി എന്നുള്ളത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് എവിടെ പോയെന്ന് ഒരു തിട്ടവുമില്ല. റോഡിൽ പോയോ ബസ്സിൽ പോയോ ഒന്നും എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ
ഞാൻ സത്യം പറഞ്ഞാൽ സങ്കടമായിപ്പോയി. കാരണം ഈ കണ്ണോപ്പറേഷൻ ഒരെണ്ണേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. രണ്ടാമത്തേന് കണ്ണോപ്പറേഷൻ ചെയ്യുന്നെങ്കിൽ ഇതെല്ലാം വേണം. ഇനി ഇതെല്ലാം ഒന്നേന്ന് ഉണ്ടാക്കണമെന്നുള്ള വിഷമത്തിലൊക്കെ ഞാൻ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, നാളെ നേരം ആവുന്നതിന് മുമ്പേ എൻ്റെ കയ്യിൽ എൻ്റെ ഈ കളഞ്ഞു പോയ പ്രൂഫുകളെല്ലാം കിട്ടുവാണെങ്കിൽ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്നിരുന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമേന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി, ആ ഹോസ്പിറ്റലിലോട്ട്, അടൂർ ഹോസ്പിറ്റലിലോട്ടൊന്ന് വിളിച്ച് ചോദിക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അടൂർ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു വെച്ചപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇല്ല മോളെ, നീ ഇവിടുന്ന് പോയിട്ട് 3-4 മണിക്കൂർ കൂടുതലായല്ലോ. ഇപ്പം ഇത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ കൈ കിട്ടുകയോ ചെയ്തേനെ. അത് ഇവിടെ കാണാൻ ഒരു ചാൻസും ഇല്ലെന്ന് തന്നെ ആ ചേച്ചി പറഞ്ഞു, ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാമെന്നും പറഞ്ഞിരുന്നു. ഞാൻ എന്നിട്ടും എൻ്റെ പ്രാർത്ഥന വിട്ടില്ല. എനിക്കത് കിട്ടും, എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ, സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ ഞാൻ നിന്നിരുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു നോക്കി. ഒരുറപ്പുമില്ല അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരുറപ്പുമില്ല. അങ്ങനെ ഞാൻ അവിടോട്ട് വിളിച്ചു വെച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, കുഞ്ഞെ, ഇവിടെ ഉണ്ടായിരുന്നു, നീ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതെൻ്റെ കയ്യിൽ കിട്ടിയത്, നീ വിഷമിക്കണ്ട, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അത് ഈ കളഞ്ഞു പോയതെല്ലാം നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അത് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ പറഞ്ഞതാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ്. ഞാൻ 2023 സെപ്റ്റംബർ 7 ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ അച്ഛൻ പറയുമല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല നമ്മളിവിടെ വരുന്നത്, മാതാവ് ആഗ്രഹിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ വരുന്നതെന്ന് പറയുന്നത്. അതെൻ്റെ കാര്യത്തിൽ സത്യമായിരുന്നു. ഞാൻ ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞ ആ നാൾ മുതൽ, ഏകദേശം ഒരു ജൂൺ മാസം മുതൽ എന്നും ഞാൻ വരാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയും, ഞാൻ നാളെ പോകും അങ്ങനെ പറഞ്ഞിരിക്കുന്ന അല്ലാതെ ഞാൻ വന്നിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 5 ആയപ്പം രാത്രിയിൽ ഒരു 8 മണിയോടുകൂടി ഞാൻ ഒരു പേപ്പറിനകത്ത്, അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ 6 നിയോഗങ്ങൾ അവിടെ സമർപ്പിക്കും, 1 അമ്മ മാതാവിന് വിട്ടുകൊടുക്കണം, 5 എണ്ണം നമ്മുടേതായ കാര്യങ്ങൾ വെക്കണമെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് എന്തെഴുതുമെന്നുള്ള വെപ്രാളമൊന്നും വേണ്ടാന്ന് വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ അത് ആ 6 നിയോഗങ്ങളും എഴുതി. അതിലൊന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി എന്നുള്ളത്. അപ്പം ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ, ഞാൻ നാളെ ഇതേപോലെ ആലപ്പുഴ കൃപാസനം എന്ന പള്ളിയിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാ പോകുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് എനിക്ക് ഉണ്ണിയേട്ടന് നല്ലൊരു ജോലി വേണം, നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒരു വീടും വേണം എന്നുള്ളൊരാഗ്രഹമാണ്, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ശരി നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 6 ഞാൻ വരാനിരിക്കുകയാണ്. സെപ്റ്റംബർ 6 ഞാൻ ഇവിടെ വന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും കൂട്ടാൻ അന്ന് ഞാൻ ഇവിടെ വന്നില്ല, 6 വന്നില്ല. 6 രാത്രി 8 മണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ആദ്യമേ എന്നോട് ചോദിച്ചത്, മായ, നീ പള്ളിയിൽ പോയോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ്, ഇല്ല ഉണ്ണേട്ടാ, ഞാൻ പോയില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പോകാഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ പോയില്ലെന്ന് പറഞ്ഞ്. അത് ഇന്ന് രാവിലെ 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം മുകളിൽ നിന്ന് സാറന്മാർ വന്നിട്ട് പറഞ്ഞ്, അരുണ് ഈ ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലോട്ട് മാറി കയറിക്കോ, അതായത് ചെറിയൊരു പ്രൊമോഷൻ പോലെ എൻ്റെ ചേട്ടന് നൽകി അനുഗ്രഹിച്ചു. അതും എൻ്റെ അമ്മ മാതാവ് നൽകിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിലുപരി എൻ്റെ ചേട്ടൻ്റെ യൂണിഫോമിൻ്റെ കളർ ഈ മാതാവിൻ്റെ ഇവിടുത്തെ ഈ നീല കളറും, ഇപ്പോൾ അത് ഈ മാതാവിൻ്റെ ഇവിടുത്തെ ഈ ഡ്രസ്സിൻ്റെ ഈ ഗ്രേ കളറുമാണ് എൻ്റെ ചേട്ടന് കിട്ടിയത്. അതിലും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് യേശുപ്പച്ചൻ നൽകിയിട്ടുണ്ട്. അത് എൻ്റെ ചേച്ചിയുടെ ലൈസൻസിൻ്റെ കാര്യത്തിലായാലും അത് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ 2023 സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മാസം വരെ എല്ലാ മാസവും ഇവിടെ വരികയും അമ്മ മാതാവിനെ യേശുപ്പച്ചനെയും കണ്ട് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് ഒന്ന് പത്രം മേടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഉയർത്തണമെന്നും ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതി എനിക്കൊരു 2 വീലർ ഉണ്ട്. ഞാൻ എവിടെയാണോ പോകുന്നത്, ഞാൻ എവിടെ പോയാലും ആ വണ്ടിയിലാണ് പോകുന്നത്. ആ പോകുന്നിടങ്ങളിലെല്ലാം ഞാൻ ആ പത്രം കൊടുക്കും. എൻ്റെ കയ്യിൽ പത്രം തീരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുരിശടിയുണ്ട്. ആ കുരിശടിയിൽ ചെന്നും ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇതേപോലെ എഴുതിയാണ് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ കൃപാസനം എന്ന് പറയുന്നൊരു ചെറിയൊരു കൂട്ടായ്മ തന്നെ ഉണ്ട്.
ആ കൂട്ടായ്മയിൽ ഞങ്ങളെ കൊണ്ടാവുന്നത് പോലുള്ള ഒരു കുറഞ്ഞ പൈസ പിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ എല്ലാ മാസവും പോവും. ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൃപാസനം എന്ന് പറയുന്ന ഈ കൂട്ടായ്മ തന്നെ ഞങ്ങൾ നമ്മുടെ അവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ TV ഹോസ്പിറ്റലിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പൊതി കെട്ടി അവിടെ 19 പേർക്ക് ചോറ് എല്ലാ മാസവും ഇതുവരെ ഒരു മാസം പോലും മുടങ്ങിയില്ല. എല്ലാ മാസവും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രാർത്ഥനകളെന്ന് വെച്ചാൽ ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ വീട്ടിൽ നിലവിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അകത്ത് വന്ന് മാതാവിൻ്റെ മുന്നിലും യേശുപ്പച്ചൻ്റെ മുന്നിലും തിരി കത്തിച്ച് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. ബൈബിൾ ഒരു തവണ മൊത്തം വായിച്ച് തീർന്നു. ഇപ്പം അടുത്ത വായിക്കുന്നുണ്ട്. എൻ്റെ വാ സാധാരണ പഴുക്കുന്നത് പോലല്ല, നല്ല രീതി നമ്മുടെ വാ പൊട്ടുകയല്ല, അല്ലാതെ എൻ്റെ വാ നല്ല രീതി അങ്ങ് പുണ്ണ് പോലെ അങ്ങ് ആയായിരുന്നു. അപ്പോഴുണ്ട് ഞാനാണെങ്കിൽ എനിക്ക് ഈ മരുന്നിന് അലർജി ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. ഒരുമാതിരിപ്പെട്ട മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ അമ്മ മാതാവിനോട് പറഞ്ഞു, പൊട്ടി പഴുപ്പ് വരുമായിരുന്നു, വാ മൊത്തം അങ്ങ് പഴുപ്പാവുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഇത് മാറ്റി തരണേ എന്നും പറഞ്ഞ് ഞാൻ ഉപ്പിട്ട് വായി വെള്ളം കൊള്ളുകയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി. ഇപ്പം അത് ഒരു 1.5 വർഷത്തോളമായി കാണും. അത് പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മ മാതാവും യേശുപ്പച്ചനും നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു.